ഹരേ കൃഷ്ണ. നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ സമ്പത്തോ പദവിയോ കണ്ട് ആ വ്യക്തിയുമായി ബന്ധം സ്ഥാപിക്കാൻ നടക്കുന്ന വ്യക്തിയാണോ എങ്കിൽ അത്തരം രീതിയിൽ സ്ഥാപിക്കുന്ന ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും തന്നെ പ്രാപ്തമാക്കാനായിട്ട് സാധിക്കില്ല. ഇതിന് ഒരു ഉത്തമ ഉദാഹരണം നമുക്ക് നമ്മുടെ ഇതിഹാസമായ മഹാഭാരതത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. കർണൻ, മഹാരഥനായ കർണന്റെ ധനുർവിദ്യയിലുള്ള പ്രാവീണ്യവും മാത്രമല്ല അദ്ദേഹത്തിന്റെ കവചകുണ്ടലങ്ങൾ കണ്ടുകൊണ്ട് മാത്രമാണ് ദുര്യോധനനെ പോലെ ഉള്ളൊരു അധർമ്മിയായ വ്യക്തി കർണനെ പോലെയുള്ള ഒരു ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയുമായി സുഹൃത് ബന്ധം സ്ഥാപിച്ചത്. പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ആ ഒരു ഘട്ടമായ സമയത്ത് കർണന്റെ കവചകുണ്ടലങ്ങൾ അദ്ദേഹം ഇന്ദ്രദേവന് ദാനം നൽകിയപ്പോൾ ഏറ്റവും അധികം ക്രോധിഷ്ഠനായ വ്യക്തി എന്ന് പറയുന്നതും ദുര്യോധനൻ തന്നെയായിരുന്നു. ഒടുക്കം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കർണൻ വീരമൃത്യു പ്രാപിച്ച സമയത്ത് കർണന്റെ ശരീരത്തെ ഏറ്റെടുത്തതും പാണ്ഡവർ തന്നെയാണ്. അവിടെയും അധർമ്മിയായ ദുര്യോധനന്റെ ഒരു നിഴൽ പോലും കണ്ടില്ല. എപ്പോഴും ഓർക്കേണ്ടതാണ്, ഒരിക്കലും ഒരു ബന്ധവും സ്വാർത്ഥ താല്പര്യത്തിനായി കെട്ടിപ്പടുക്കാനുള്ളതല്ല. അത് മാത്രമല്ല തിരിച്ചറിയേണ്ടതുമാണ് ആരൊക്കെയാണ് നിങ്ങളുടെ അടുത്തേക്ക് സ്വാർത്ഥ താല്പര്യമായി ബന്ധം സ്ഥാപിക്കാൻ വരുന്നത് എന്നും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.